ഇതിന് ഇപ്പോൾ ചിലപ്പം ഡബിൾ സന്തോഷത്തിലായിരിക്കും. ഒന്ന് ഈ പ്രിയദർശിനി യാത്രയുമായി ബന്ധപ്പെട്ട്, മറ്റൊന്ന് ലോകകപ്പ് ക്രിക്കറ്റ് 2020 നടക്കുകയാണല്ലോ. അപ്പോൾ ഇന്നലെ ഇന്ത്യ വലിയ വിജയമൊക്കെ നേടിയിട്ടുണ്ട്. അതിൻ്റെയും കൂടെ സന്തോഷത്തിലൊക്കെ ആയിരിക്കാം. സംസാരിക്കൂ സജിനയോട്. ശ്യാമലി, തീർച്ചയായും സജിന ഈ പ്രിയദർശിനി പദ്ധതി ആഘോഷമാക്കാൻ തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് സജിനയോട് തന്നെ സംസാരിച്ചു. എൻ്റെ അമ്മേ സാറിൻ്റെ ബൈറ്റ് എടുത്തായിരുന്നോ? വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ക്രിക്കറ്റ് തുടങ്ങിയ സമയത്ത് എൻ്റെ യാത്ര തുടങ്ങുന്നത് തന്നെ KSRTCയിലാണ്. അപ്പോൾ നമ്മളുടെ എന്താ പറയുക, വലിയൊരു ഇനീഷ്യേറ്റീവാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച് അത്രയും ആൾക്കാരുണ്ട്. നമുക്കറിയാം, ഒരു ഗവൺമെൻറ് ഒരു പദ്ധതി നടപ്പിലാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിൻ്റെ പുറകിൽ ഒരുപാട് ആൾക്കാരുടെ എഫേർട്ട് ഉണ്ട്. അപ്പോൾ ആ എഫേർട്ടിനെല്ലാം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇത് ഒരുപാട് കാലം വിജയകരമായി മുന്നിലേക്ക് പോട്ടെ. നമുക്കറിയാം, വയനാട് പോലുള്ളൊരു ഒരുപാട് ആൾക്കാർ ബസ് കാശില്ലാതെ നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഇത് വലിയൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ എനിക്കൊരു പറയാനുള്ളതെന്ന് വെച്ചാൽ, അത്യാവശ്യം സാമ്പത്തികമുള്ള ചേച്ചിമാരും അമ്മമാരും ഒന്നും ഇത് യൂസ് ചെയ്യരുത്. കാരണം നമ്മുടെ പോലുള്ള തീരെ എന്താ പറയുക, സാമ്പത്തികം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ്. അപ്പോൾ ഇത് എന്താ പറയുക, ഒരു യൂസ് ചെയ്യരുത്. ഇതിനെ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ ഒരുപാട് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ്. അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്ത് മുന്നിലേക്ക് പോവുക.